ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കിയിലേക്കാണ്, ഇടുക്കിയിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച കേട്ടത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു പാടത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ വണ്ടി ഒന്ന് നിർത്തി കുറച്ച് നേരം ആ വീഡിയോസൊക്കെ എടുത്തു. ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് തൃശ്ശൂർക്കാണ്. കാരണം തൃശ്ശൂർ ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവൻ തൃശ്ശൂരാണുള്ളത്, ടൗണിൽ തന്നെയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകണം. പിന്നെ അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള യാത്ര. അപ്പം ഇന്ന് ഇടുക്കിയിലോട്ട് പോകുന്നത് ഒരു ട്രിപ്പായിട്ടല്ല, ഒരു വ്ളോഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടൂർ ആ മൈൻഡിൽ പോകുന്നതല്ല. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളൊരു 3-4 വർഷം മുന്നേ ഒരു കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആരും നാട്ടിലല്ല, ആരും സ്പ്ലിറ്റായി. ഞങ്ങളൊരു 4-5 പേര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു കൊളീഗ്സ് എന്നാൽ അപ്പുറത്തേക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉള്ളവരായിരുന്നു. ഇപ്പോൾ ഒരാൾ കാനഡയിലാണ്, ഒരാളിപ്പോൾ മാൾട്ടയിൽ. ഇപ്പോൾ ഈ കല്യാണം കഴിക്കുന്നവൻ മാൾട്ടയിൽ, പിന്നെ ഞാനും നാട്ടിൽ പുറത്തേക്കായിട്ട് ഞാനും അങ്ങനെ പോയി. അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ ഇനി അവരൊക്കെ കാണാൻ പറ്റുമോയെന്ന് നമുക്കറിയില്ലല്ലോ. കാരണം നമ്മുടെ നാട്ടുകാരല്ല, ഇവിടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവൻ്റെ വീടെന്ന് പറയുന്നത് നെടുങ്കണ്ടത്താണ്, ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത്. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് വിളിച്ചപ്പോൾ എന്തായാലും പോകണം എന്ന് വിചാരിച്ച് ഇവനെയും കാണാം. പിന്നെ നമ്മുടെ ഫ്രണ്ട് തൃശ്ശൂരിൽ അവനെയും കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ ഇവരൊക്കെ ഇനി കാണാൻ കിട്ടുന്ന ഒരു ചാൻസും കൂടിയാണ്. പിന്നെ ചെറിയ യാത്രയാവുമല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ ഞാനിവിടെ നിന്ന് നേരെ കുന്നംകുളം തൃശ്ശൂർ, പിന്നെ അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ മണ്ണുത്തി വഴി അങ്ങ് കയറി അങ്ങനെയാണ് പോവാട്ടോ ചെയ്തത്. പിന്നെ ഇന്നത്തെ യാത്ര വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഇന്ന് പോകുന്നത് സ്പ്ലെൻഡറിലാണ്. അപ്പം ഞാൻ ഈ സ്പ്ലെൻഡർ എടുക്കുന്ന സമയത്ത് എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, നമ്മൾ മൈലേജ് നോക്കിയിട്ടാണെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റിയ വെഹിക്കിളാണ്, നമുക്കിതിൽ ലോങ് ഒന്നും പോകാൻ പറ്റില്ല, അങ്ങനെ പല നെഗറ്റീവ്സ് പറഞ്ഞായിരുന്നു. അപ്പം ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേനും ഞാനൊരു ലോങ് പോയായിരുന്നു, ഒരു പണ്ടേ. അത് പോയത് പാലക്കാട്ടേക്കാണ്, കൊല്ലങ്കോട്, സീതാർകുണ്ട്, വെള്ളരിമേട്, അങ്ങനെ ഒരു ഏരിയ. പിന്നെ ചൂലന്നൂർ, PK സെഞ്ചുറി, അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി. അന്ന് നമ്മളൊരു 250 കിലോമീറ്റർ ഇതിന് മുകളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, 2 പേര് വെച്ചിട്ടാണ് പോയത്. എന്നിട്ട് നമുക്ക് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല, കംഫർട്ട് റൈഡായിരുന്നു. അന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒരു 60 കിലോമീറ്ററൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ഓടിക്കുമ്പോൾ എൻജിൻ ഹീറ്റ് ആവുന്നത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ച വേറെ ഒരു കുഴപ്പം അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ റൂട്ടിന് പ്രത്യേകത ഉണ്ട്. കാരണം അത് ഒരുപാട് ഈ ഇടുക്കി പോലെ ഒരുപാട് ചുരങ്ങളും അങ്ങനെയൊന്നുമില്ലല്ലോ, സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ ഈ ഇടുക്കിലോട്ട് പോകുമ്പോൾ എന്തായാലും അതുപോലെ ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരുപാട് കയറ്റങ്ങളും ചുരങ്ങളൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് പമ്പ് കണ്ടപ്പോൾ നിർത്തി അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. ഞാൻ 500 രൂപ പെട്രോൾ അടിച്ചിട്ടുള്ളൂ. കാരണം അതുവരെ എത്താൻ അത് മതിയാവും തോന്നുന്നു. കാരണം മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു മുതലാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ സൈഡ് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചു. പിന്നെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോകാൻ, ഇപ്പോൾ ഇങ്ങോട്ട് പോകാമെന്ന് ഇതിൻ്റെ മുകളിൽ പോകാമെന്ന് വെക്കാൻ കാരണം അത് തന്നെയാണ്. ഒരു ഇങ്ങനെയുള്ള ഹൈ റേഞ്ച് ഏരിയകൾക്കൊക്കെ ഇതായിട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു റിസൾട്ട് എന്താണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചൊരു ലോങ് പോകണം, ഇങ്ങനെയുള്ള ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ അതിനുള്ളൊരു ചാൻസും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി എടുത്ത് പോവാം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ആണോ, എൻ്റെ കയ്യിൽ വേറെ വണ്ടി ഉണ്ട്, അത് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേണ്ട ഇതിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവനും ഓക്കെ ആയി. കാരണം മൈലേജിൻ്റെ കാര്യം മെയിനായിട്ട് അവൻ എടുത്ത് പറഞ്ഞതാണ്, അത്രയും പെട്രോൾ കുറച്ച് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ 2 പേര് ചൂകുമ്പോൾ എന്തായാലും ഈ കയറ്റൊക്കെ കയറുമ്പോൾ വലിയ ചാൻസ് കുറവായിരിക്കും. 100cc ബൈക്കാണല്ലോ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ നേരെ പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ തൃശ്ശൂരിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ഈ യാത്ര. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോലെ, അതും അവൻ്റെ കല്യാണത്തിൻ്റെ അത്ര ഹാപ്പിയായിട്ടുള്ളൊരു ദിവസം. ഞാനിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 1 മണിക്കാണ്. അപ്പോൾ തൃശ്ശൂർ എത്തി, അവനായിട്ട് 2 മണിയാകുമ്പോഴത്തേനും പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തി അവൻ കുറച്ച് തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ
ഒരു 3 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ ഞങ്ങൾ കുറച്ചധികം ലേറ്റായി പോയിട്ടോ. തൃശ്ശൂരിൽ നിന്ന് അവനെ പിക്ക് ചെയ്യുന്നൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ട്, 2 പാട്ടൊക്കെ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. സോ കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അവനെ എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ അവിടുന്ന് പോയി. പിന്നെ പാലക്കര ടോൾ കഴിഞ്ഞിട്ടൊരു ചായക്കടയുണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. നമ്മളത് പാലക്കര ടോൾ കഴിഞ്ഞ് ചായ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. സമൂസ പറയാലോ, 2 സമൂസ പറയാം ബ്രോ. 2 സമൂസ തന്നെ പറയണം. അതെ, അടുത്തുണ്ടാവൂലേ? അതായത് 6 മണിക്ക് അവിടെ അതായത് അവിടെ എല്ലാ പിള്ളേരുണ്ടാ, എറണാകുളത്ത് എല്ലാ പിള്ളേരുണ്ട്. 20 പോയിന്റ്സ് 3 എസ്എംമാര് 6 മണിക്ക് അവിടെ ഓൾറെഡി എല്ലാം ഉണ്ട്, ഓൾ ഇന്ത്യ മൊത്തം. ഞങ്ങൾ ബ്ലോക്കില് ഞങ്ങളാച്ച 2 മണിക്കൂർ പോയി 3:30 മണിക്ക് ഇറങ്ങിയ മീറ്റിംഗ് വൈകിട്ടേ എല്ലാം ബ്ലോക്ക്. എന്ത് ചെയ്യാലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. 22-23 പേര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ 3 പേർക്ക് വേണ്ടിട്ട് എല്ലായിടത്തും ഞങ്ങള് പോകുമ്പോ നമ്മളെ അടിച്ചിട്ടൊക്കെ കയറിട്ടൊക്കെ പോയേ. ഇങ്ങനത്തെ ഇതിന്റെ ഇടയിൽ കാർ എടുത്ത് പോലെ എളുപ്പല്ലടാ, ബൈക്കാകുമ്പോ കുത്തി കുത്തി പോവാ. അതെ,
ഹായ്, നമ്മളിപ്പോൾ തട്ടേക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്റർ കൂടി നമുക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഒരു ചെറിയൊരു ചർച്ച് ഉണ്ട്. അതിൻ്റെ അവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിർത്തിയതാണ്. മഴയും പെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ യാത്രത്തിന് ഡിലാവാൻ കാരണം. വരുന്ന വഴിക്ക് കുറേ മഴ കിട്ടി. അപ്പോൾ നമ്മൾ ബൈക്കിലായതുകൊണ്ട് തന്നെ നിർത്തിയിട്ടേ വരാൻ പറ്റുള്ളൂ. ഞങ്ങളീ പോകുന്ന വഴിയിലൊന്നും പിന്നെ ഒരു വണ്ടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടാണ്. കാരണം വല്ലപ്പോഴും വല്ല കാറോ ട്രക്കോ അങ്ങനെ പോകുന്നല്ലാതെ ബൈക്കിലൊന്നും ആരും പോകുന്നതന്നെ കാണാനുണ്ടായിരുന്നില്ല. രണ്ട് സൈഡിലും ആകെ ഫോറസ്റ്റ് ആംബിയൻസിൽ ഇങ്ങനെ കിടക്കുകയാണ്. പോരാത്തിന് ഇരുട്ടും മഴയും പെയ്യുന്നുണ്ടായിരുന്നു. സോ വല്ലാത്തൊരു സൈലൻസ് ആയിരുന്നു റോഡ് മൊത്തം. ഒരു സൈഡിൽ മൊത്തം മലയാണ്, ഒരു സൈഡിലൊക്കെ ആകെ പുല്ലും കാട് പോലെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് പെരിയാർ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, വൈദ്യുതിയൊക്കെ എടുക്കുന്ന, അത് കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് എത്തുമ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. മഴയും കൊണ്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. നമ്മൾ ഫംഗ്ഷനൊക്കെ രാത്രിത്തെ ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാട്ടോ പെരിയാർ ഭിത്തിച്ചെത്തി ആ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കണ്ടപ്പോൾ രാത്രി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കാണാൻ. ആ ലൈറ്റും ആ വെളിച്ചത്തിൽ ആ വെള്ളം വരുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ നിർത്തി അതൊക്കെ വീഡിയോ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാലമാണത്. ആ പാലം കയറി ഇറങ്ങി അങ്ങനെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവനെ മീറ്റ് ചെയ്യുന്നതും അതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെന്നപ്പോൾ ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല അവിടെ. അപ്പോൾ അവനെ മീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വീട്ടിൽ കയറി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ലോഡ്ജിലാണ്, അടുത്തുള്ള ഒരു ലോഡ്ജിൽ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് പിന്നെ അന്ന് അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് അവിടെ അവൻ്റെ പേരും കുറേ ഫ്രണ്ട്സും റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോഡ്ജിൽ തന്നെ ഒരു 5-6 റൂം നമ്മുടെ പിള്ളേർ മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ സ്റ്റേ ചെയ്തു. ആ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. എണീച്ച് പിന്നെ 8:30 ആകുമ്പോൾ പിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ എണീച്ചു. നമ്മുടെ പിന്നെ വണ്ടി ഉണ്ടായിരുന്നു, നമ്മൾ അങ്ങോട്ട് പോയി. അതില്ലാത്തവർക്ക് കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ് കയറിയിട്ട് അവരും പോയി. നമ്മളവിടെ ചെന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഞാനും പ്രസാദ് ഈ റൂം എടുത്തേ. പക്ഷേ അന്ന് രാത്രി അവിടെ കിടന്നത് അവിടെയല്ല, തൊട്ടപ്പുറത്ത് കുറച്ച് പേരായിട്ട് കമ്പനിയായി. അവിടെ ഒരുത്തരം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, കൂട്ടിനാരുമില്ല. കമ്പനിക്ക് ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു പുള്ളി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കമ്പനി അടിച്ച് അന്ന് അവിടെ രാത്രി അവിടെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ വന്ന് ഫ്രഷായി. അപ്പം ഫ്രഷായിട്ട് പോകണം. ഒരു 8:30 ആകുമ്പോൾ വീട്ടിൽ ചെല്ലാൻ പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അവിടുന്ന് 11 മണിക്കാണ് കെട്ട്. അപ്പോൾ 8:30 ആകുമ്പോൾ പോയി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് കുളിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. മറ്റേ 2 പേരവിടെ ഉണ്ട്. 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാട്ടോ ഒരാളെ. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് റൂമിൽ 4 പേര് വേറെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് ഇവിടെ ഒക്കെ തൃശ്ശൂർ, എറണാകുളം അവിടെയുള്ള ടീംസൊക്കെയാണ്. ഇവ ചാലക്കുടിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കോൺടാക്ട്സാണ് കൂടുതലും. ലിബിൻ കോഴിക്കോട്. കോഴിക്കോട് വീടാണ് നമ്മുടെ സംഘടന. ഇവിടെ വന്ന് പരിചയപ്പെട്ട സെറ്റ്. നമ്മള് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ 3 വിടും. പിന്നെ എപ്പോഴെങ്കിലും എവിടെയും വെച്ച് കാണാതെ അല്ലേ? അല്ല, ഞാൻ ആ നമ്പർ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, തൃശ്ശൂർ വരുമ്പോൾ എന്താവശ്യം പിന്നെ വിളിച്ചാൽ മതി. തൃശ്ശൂർ വിളിച്ചാൽ മതി, കുന്നോളത്ത് വരുമ്പോൾ പിന്നെ വിളിച്ചാൽ മതി. അല്ല, ഞങ്ങളുണ്ടാവും. ഫുൾ ടൈം പോകും. തൃശ്ശൂർ ഉണ്ടാവും, സിറ്റിയിൽ എപ്പോഴും ഉണ്ടാവും. അത് പറഞ്ഞു അടിപൊളിയാണ്. കുളി കാര്യങ്ങളൊന്നുമില്ല, കുളിക്കാം. അപ്പോൾ 11:30 കല്യാണം കെട്ടേണ്ട സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണി. ഇവിടെ മാവടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ചർച്ചിൽ വെച്ചിട്ടാട്ടോ കെട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണിത്. ആ ഫ്രണ്ടിൽ പോകുന്ന കാറിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരതിനുള്ളിലായിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയില്ല, കാരണം അവരുടെ ഫാമിലി കേട്ട് പിന്നെ ഹാളിനകത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നേരെ ചർച്ചിൽ പോയി
ആ കെട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എന്തായാലും 11-11:30 ആവും. അപ്പം ഞാനും പ്രസാദും കൂടെ അവിടെ നിന്ന് നേരെ കട്ടപ്പന, ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ പോയ കട്ടപ്പനയാണ്. അപ്പോൾ കട്ടപ്പനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലം ഒന്നും എടുക്കണ്ട കേട്ടോ. അങ്ങനെ നേരെ കട്ടപ്പന പോയി. കട്ടപ്പന ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കട്ടപ്പന ഒന്ന് പോകാം കാണാമെന്ന് വിചാരിച്ച് പോയി. ഇതേ കട്ടപ്പനയിലെത്തി. കട്ടപ്പന പക്ക ടൗണാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ടൗൺ ഏരിയ ആണ്. അപ്പോൾ പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് ചർച്ചിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ചർച്ച് അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ മെയിൻ റോഡ് വഴിയല്ല, നമുക്ക് വേറെ റൂട്ടിൽ കൂടെയാണ് മാപ്പ് വഴി കാണിച്ചത്. അപ്പോൾ അങ്ങനെ ആ വഴിയും പിടിച്ച് പോയി. അത് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഒരു ഗ്രാമത്തിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഗ്രാമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്യൂ ഒക്കെ അങ്ങനെയാണ്. വീടുകളുണ്ട്, എന്നാൽ ഒരു പക്ക ഗ്രാമീണ ഏരിയ. ഇപ്പോൾ ഇതൊരു ടൗൺ വിട്ടിട്ടില്ല, ടൗണിൽ നിന്ന് വിട്ട് പോകുന്നേ ഉള്ളൂ. കുറച്ച് മണി കഴിഞ്ഞാൽ പക്ക ഒരു ഗ്രാമ ആംബുലൻസിലേക്ക് നമ്മൾ കയറും. അങ്ങനെ ഇപ്പോൾ സമയം 11:10 അപ്പോൾ കെട്ട് ഏകദേശം കഴിഞ്ഞ ടൈമായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ, അത് ഭയങ്കര രസമാണ്. പക്ക ഒരു ഗ്രാമ ഫീലും അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ വഴി കൂടെ അങ്ങനെ പോയി കുറേ നേരം അങ്ങനെ പോകണം. പോകുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡിൽ ഇവിടെ ഒരുപാട് സൂര്യകാന്തി പൂക്കളുണ്ട് കേട്ടോ. സൂര്യകാന്തി പൂക്കളും ചെമ്പരത്തിപ്പൂവും അങ്ങനെയുള്ള പൂക്കളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം. ഒരുപാട് കാണാം. നമ്മുടെ ഇവിടെ നിന്ന് ഞാനങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ ഒരുപാട് അങ്ങനെ കാണാം. രണ്ട് സൈഡിലും ഭയങ്കര ഗ്രീൻലി ആയിട്ട് നാച്ചുറൽ അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ആ വഴി കൂടെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കയറി കയറി പോവാട്ടോ. ഈ മാവടി എന്ന സ്ഥലം ഒരു ടോപ്പിലാണ് ഈ ചർച്ച് നിൽക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മളൊരു വാട്ടർഫോൾ കണ്ടു. അത്ര വലിയൊരു വാട്ടർഫോളൊന്നുമല്ല, ഒരു കുഞ്ഞു വാട്ടർഫോളാണ്. പക്ഷേ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ എല്ലാം കൂടെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ ചെന്നിട്ട് അധികം ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെയും പ്രസാദിൻ്റെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ തന്നെ കുറേ വാട്ടർഫോളിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചർച്ചിലേക്ക് എത്തി. ഇതാണ് ആ ചർച്ച്, മാവടിയിലാണ് ഈ ചർച്ചുള്ളത് കേട്ടോ. ഇതൊരു ടോപ്പിലാണ്. ഇതിൻ്റെ അവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, വണ്ടിക്ക് വരുന്ന നോക്കി. ഇതിങ്ങനെ ഇറങ്ങിപ്പോകണം. നമ്മൾ വരുമ്പോൾ രണ്ട് സൈഡ് കൂടി വരാം കേട്ടോ. ഈ റോഡ് കൂടി വരാം, ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, അത് കൂടി വരാം. നമ്മൾ ലെഫ്റ്റിലായിട്ടുള്ള റോഡ് കൂടി വന്നേ. ഇതാണ് ഓഡിറ്റോറിയം. ഇതിപ്പം കെട്ടൊക്കെ കഴിഞ്ഞു. കെട്ട് കഴിഞ്ഞ് ഒരുപാട് ടൈമായി. 11 കൊണ്ട് ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു 1 മണിയോട് അടുത്തായി അവർ കഴിയാനായിട്ട്. കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഇതൊക്കെ അവൻ്റെ കൂട്ടുകാരാണോ. നമ്മൾ അവരായിട്ട് കേട്ട് പരിചയപ്പെട്ടു. നമ്മൾ ടീമായിട്ട് ഇരുന്നാണ് കഴിക്കുന്നത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചോറായിരുന്നു. ഉച്ചയ്ക്കാണ് ഫുഡ്, ചോറ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ നൈസ് പത്തിരിയില്ലേ, അതും കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് അവർ അതാ തന്നെ. അതെന്തോ കോമ്പിനേഷനാണ്. പക്ഷെ എന്തായാലും അടിപൊളിയായി. ചിക്കൻ കറി, മീൻ കറി, ബീഫ്, പിന്നെ ഒരുപാട് വെജീസ്. ഇത് കോവയ്ക്ക് വറുത്ത കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ പെണ്ണും ചെക്കനും സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി ഗ്രൂപ്പ് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ടൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി അവിടുന്ന്. കാരണം നമുക്കിനി ഇവിടുന്ന് നേരെ പോകാനുള്ളത് മൂന്നാർ പോകാമെന്ന് വിചാരിച്ചേ. പക്ഷേ നമ്മൾ റൂം ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് പൂപ്പാറയിലാണ്. അപ്പോൾ പൂപ്പാറയിൽ നമ്മളൊരു ഹോം സ്റ്റേ എടുത്തിട്ട് നേരെ ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് നാളെ അവിടുന്ന് തിരിച്ചിറങ്ങാം എന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ പോകുന്നത് പൂപ്പാറയിലേക്കാണ്. ഈ പൂപ്പാറയിൽ ആനകളുടെ പ്രസൻസ് ഒരുപാടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ മാട്ടുപ്പെട്ടി പോകണം. മാട്ടുപ്പെട്ടിക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ പൂപ്പാറയാണ് കുറച്ചുകൂടെ അടുത്ത്. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമുക്ക് പൂപ്പാറയിലെത്താം. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂക്കളൊക്കെ കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് പൂക്കൾ രണ്ട് സൈഡിലും കാണാം. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ടത്. ഇതൊക്കെ സൂര്യകാന്തി പൂക്കളാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂപ്പാറയിലോട്ട്. ഇപ്പം സമയം 3:30 ആയിട്ടോ. നമ്മളിനി അവിടെ എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവുന്നുണ്ടാവും. അധികം ലേറ്റ് ആവാനും പാടില്ല. ആനക്കാർക്ക് നിറയെ സ്ഥലമായതുകൊണ്ട് നേരെ അങ്ങോട്ട് വിട്ടു.
ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഒരു പാട്ട് കൊണ്ട് ചെയ്യാം. ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. പൂപ്പാറയിലത്തെ വിശേഷങ്ങൾ അവിടെയാണ് ശരിക്കും കാണാനുള്ളതും കേൾക്കാനുള്ളതും. നമ്മുടെ അരിക്കൊമ്പനെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.